നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. യുക്രൈൻ ആക്രമണത്തിനിരയായെന്ന് സംശയിക്കുന്ന കല്ലൂർ സ്വദേശിയുടെ വിവരങ്ങൾ കാത്ത് കുടുംബം. ജോലി തേടി റഷ്യയിലെത്തിയ സന്ദീപ് റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായതായാണ് വിവരം. ആക്രമണ വിവരം പ്രചരിച്ചതിന് പിന്നാലെ സന്ദീപിനെ ബന്ധപ്പെടാനാകുന്നില്ലെന്ന് ബന്ധുക്കൾ. ദേശമംഗലത്ത് ചെറുമകന്റെ കുത്തേറ്റ് മുത്തച്ഛൻ മരിച്ചു. വാളേരിപ്പടി 75 വയസ്സുള്ള അയ്യപ്പനാണ് മരിച്ചത്. 2 കാറുകളിലായി കടത്തുകയായിരുന്ന 40 കിലോഗ്രാം കഞ്ചാവുമായി 2 പേർ പാലിയക്കര ടോൾ പ്ലാസയിൽ നിന്നും പോലീസിന്റെ പിടിയിലായി. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന ഇടവക കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ വേലുപ്പാടം സെന്റ് ജോസഫ് ആശുപത്രിയിൽ സ്ഥാപിക്കുന്ന ഡയാലിസിസ് മെഷീന്റെ വെഞ്ചിരിപ്പ് കർമ്മവും ഉദ്ഘാടനവും നടത്തി. ബീച്ച് ഷട്ടർ അശാസ്ത്രീയമായി തുറന്ന് മനുഷ്യനിർമ്മിത പ്രളയം സൃഷ്ടിച്ച അധികാരികൾക്കെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകുവാൻ ഒപ്പുശേഖരണം നടത്തി BJP പ്രവർത്തകർ. സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡ് നേടിയ അവിട്ടപ്പള്ളി സ്വദേശി ശ്രീഷ്മ ചന്ദ്രനെ ആദരിച്ച് PKSഉം DYFIയും. വാർത്തകൾ വിശദമായി. യുക്രൈൻ ആക്രമണത്തിന് ഇരയായെന്ന് സംശയിക്കുന്ന കല്ലൂർ സ്വദേശിയുടെ വിവരങ്ങൾ കാത്ത് കുടുംബം. കല്ലൂർ നായരങ്ങാടി കാങ്കിൽ ചന്ദ്രന്റെ മകൻ 36 വയസ്സുള്ള സന്ദീപാണ് റഷ്യയിൽ വെച്ച് യുക്രൈൻ ആക്രമണത്തിൽ പെട്ടതായി സംശയിക്കുന്നത്. കല്ലൂർ നായരങ്ങാടി കാങ്കിൽ ചന്ദ്രന്റെ മകൻ 36 വയസ്സുള്ള സന്ദീപാണ് റഷ്യയിൽ വെച്ച് യുക്രൈൻ ആക്രമണത്തിൽപ്പെട്ടതായി സംശയിക്കുന്നത്. ജോലി തേടി റഷ്യയിലെത്തിയ സന്ദീപ് റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായതായാണ് വിവരം. സന്ദീപ് ഉൾപ്പെടെയുള്ള 12 അംഗ റഷ്യൻ സൈനികർ സഞ്ചരിച്ചിരുന്ന ട്രക്കിനു നേരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതായാണ് അറിയാൻ കഴിയുന്നത്. സന്ദീപ് ആക്രമിക്കപ്പെട്ടുവെന്നുള്ള ശബ്ദ സന്ദേശം വെള്ളിയാഴ്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു തുടങ്ങിയത്. റഷ്യയിലെ മലയാളികൾ മുഖാന്തരമാണ് ശബ്ദ സന്ദേശം പ്രചരിക്കുന്നത്. ഇതിനു പിന്നാലെ സന്ദീപിനെ ബന്ധപ്പെടാനാകുന്നില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. 4.5 മാസം മുൻപാണ് സന്ദീപും മലയാളികളായ മറ്റു 3 പേരും ചേർന്ന് റഷ്യയിലേക്ക് പോയത്. ചാലക്കുടിയിലെ ഒരു ഏജന്റ് വഴിയാണ് സന്ദീപിനെ റഷ്യയിലേക്ക് കൊണ്ടുപോയതെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. ആദ്യം റെസ്റ്റോറന്റിലേക്കാണ് എന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. പിന്നീട് സൈനിക് ക്യാമ്പിലെ ക്യാന്റീനിലാണ് ജോലിയെന്നും സുരക്ഷിതനാണെന്നും സന്ദീപ് വീട്ടുകാരെ അറിയിച്ചിരുന്നു. ജൂൺ 19 ശേഷം സന്ദീപിന്റെ വിളികൾ കുറഞ്ഞെന്നും വീട്ടുകാർ പറഞ്ഞു. പാസ്പോർട്ടും ഫോണും കളഞ്ഞു പോയെന്നാണ് പിന്നീട് വിളിച്ചപ്പോൾ സന്ദീപ് പറഞ്ഞതെന്നും ഇവർ പറഞ്ഞു. അതേസമയം നിർബന്ധിതമായോ അല്ലാതെയും സന്ദീപ് റഷ്യൻ സേനയുടെ ഭാഗമായെന്നും പരിശീലനം നടന്നിരുന്നതിനാലാണ് വിളിക്കാനുൾപ്പെടെ ബുദ്ധിമുട്ട് നേരിട്ടതെന്നും റഷ്യൻ മലയാളികളെ ഉദ്ധരിച്ച് ചില സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. സന്ദീപ് ഉൾപ്പെട്ട സംഘത്തിനു നേരെ ആക്രമണമുണ്ടായെന്ന് റഷ്യൻ മലയാളി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചതോടെയാണ് ഇപ്പോഴത്തെ വിഷയങ്ങൾ ബന്ധുക്കളും അറിയുന്നത്. സന്ദീപിനെ കുറിച്ചുള്ള നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ കേന്ദ്രമന്ത്രിമാരായ S ജയശങ്കർ, ജോർജ് കുര്യൻ, MP കൂടിയായ സുരേഷ് ഗോപി എന്നിവർക്ക് പരാതി നൽകിയിരുന്നു. നോർക്ക വഴി എംബസിയിലും ബന്ധുക്കൾ ബന്ധപ്പെട്ടിരുന്നു. ഇതോടെ സന്ദീപിന്റെ വിവരങ്ങൾ എംബസി ഉദ്യോഗസ്ഥർ വീട്ടുകാരിൽ നിന്നും ശേഖരിച്ചിരുന്നു. റഷ്യൻ മലയാളി സംഘങ്ങളും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. തൃശൂർ കളക്ടർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടവും സന്ദീപിന്റെ വിവരങ്ങൾ തേടുന്നുണ്ട്. ഇടയ്ക്ക് വിളിക്കായിരുന്നു. പക്ഷെ മാസത്തിലൊരു വട്ടം 2 വട്ടമൊക്കെ ആയിരുന്നു. ലാസ്റ്റ് എനിക്കൊരു ഈ ഒരു കുട്ടി കുട്ടി വേറെ ഒന്നും ഇതിപ്പോൾ ശരീരത്തിന് നോക്കാം എന്തെങ്കിലും പറഞ്ഞിട്ട് പോയതല്ല. ഇത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. എന്തല്ല അവിടെ പോയിട്ട് പണം ഞാൻ അയച്ചിരുന്നു. പിന്നെ ഇപ്പോൾ അത് സൗകര്യമായിട്ട് ഓരോ പോയി ഇവർക്ക് അറിയില്ല. മലയാളി അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇപ്പോൾ മോർച്ചറിയിലാണ് ബോഡി സൂക്ഷിച്ചേക്കുന്നത്.
ഇതിപ്പോൾ 2 ദിവസം മിലിറ്ററി അവിടെ ഓഫീസ് മുടക്കണം. അപ്പോൾ അവർ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കൺഫർമേഷൻ ലെറ്ററിന് വേണ്ടിയിട്ട്. പക്ഷെ ഫോട്ടോ അവർക്ക് എടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ കൺഫർമേഷൻ ലെറ്റർ ഔദ്യോഗികമായിട്ടുള്ളത് നാളെ രാവിലെ സ്ഥിരീകരിച്ചിട്ട് അവർ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വാട്സപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് കളക്ടറെ ബന്ധപ്പെടാനാണ് അവരവിടെ നിന്ന് അറിയിച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ കളക്ടറെ ഓൾറെഡി നമ്മൾ പഞ്ചായത്ത് അധികൃതമായിട്ട് ബന്ധപ്പെട്ട് കളക്ടറെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കളക്ടർ അതിൻ്റെ പേപ്പറുകൾ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ വാട്സപ്പ് സന്ദേശം പ്രചരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാൻ മിസ്സിംഗ് എന്നുള്ള രീതിയിൽ എംബസി വഴിയും അല്ല നോർക്ക് വഴിയും നമ്മൾ അന്വേഷണം തുടങ്ങിയിരുന്നു. അതുവഴി എംബസിയിൽ നോക്കി നമുക്ക് തിരിച്ച് അന്വേഷണം വന്നു. പക്ഷെ ഇപ്പോൾ മരിച്ചു എന്നുള്ളത് കൺഫർമേഷനായി. വീട്ടിൽ അറിയിച്ചേക്കുന്നത് റെസ്റ്റോറൻറ്റ് ജോലിക്ക്, ക്യാൻറ്റീനിലെ ജോലിക്ക് എന്നാണ് വീട്ടിൽ അറിയിച്ചേക്കുന്നത്. ഏജൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതിൽ അവിടെ നോക്കിയിട്ട് ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനുള്ള രീതിയിലുള്ള വിസ എന്നാണ് ഏജൻസി കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അത് നമുക്ക് എത്രത്തോളം പ്രായോഗികമായിട്ട് വിശ്വസിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളുടെ അടുത്ത് അതും പറഞ്ഞിട്ടില്ല. നമ്മുടെ അടുത്ത് ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യണമെന്നാണ് സന്ദീപ് പറഞ്ഞത്. ദേശമംഗലത്ത് വയോധികൻ വെട്ടേറ്റു മരിച്ചു. ദേശമംഗലം എസ്റ്റേറ്റ് പടിയിൽ ഞായറാഴ്ച രാവിലെ 9:30യോടെയായിരുന്നു സംഭവം. വാളേരിപ്പടി 75 വയസ്സുള്ള അയ്യപ്പനാണ് മരിച്ചത്. പേരക്കുട്ടി 28 വയസ്സുള്ള രാഹുലാണ് അയ്യപ്പനെ വെട്ടിയത്. മാനസിക അസ്വാസ്ഥ്യമുള്ള രാഹുൽ ചികിത്സയ്ക്ക് ശേഷം ഞായറാഴ്ചയാണ് എത്തിയത്. വീട്ടിലെത്തിയ രാഹുൽ അമ്മയുടെ അച്ഛനായ അയ്യപ്പനെ വെട്ടിക്കൊല്ലുകയായിരുന്നു. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. 2 കാറുകളിലായി കടത്തുകയായിരുന്ന 40 കിലോഗ്രാം കഞ്ചാവുമായി 2 പേർ പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്നും പോലീസിന്റെ പിടിയിലായി. 2 കാറുകളിലായി കടത്തുകയായിരുന്ന 40 കിലോഗ്രാം കഞ്ചാവുമായി 2 പേർ പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്നും പോലീസ് പിടിയിലായി. പാലക്കാട് സ്വദേശികളായ മണ്ണൂർ പ്ലാക്കൽ വീട്ടിൽ 42 വയസ്സുള്ള കൃഷ്ണദാസ്, കടല കുറിശി പുത്തൻപുര വീട്ടിൽ 47 വയസ്സുള്ള കൃഷ്ണപ്രസാദ് എന്നിവരാണ് പിടിയിലായത്. ഞായറാഴ്ച പുലർച്ചെ ചാലക്കുടി ഡിവൈഎസ്പി സ്ക്വാഡും തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും പുതുക്കാട് പോലീസും സംയുക്തമായാണ് ഇവരെ പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നുമാണ് ഇരുവരും കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന ഇടവക കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ വേലുപ്പാടം സെന്റ് ജോസഫ് ആശുപത്രിയിൽ സ്ഥാപിക്കുന്ന ഡയാലിസിസ് മെഷീന്റെ വെഞ്ചിരിപ്പ് കർമ്മവും ഉദ്ഘാടനവും പുതുക്കാട് ഫൊറോന പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്ത് നിർവഹിച്ചു. വേലുപ്പാടം പള്ളി വികാരി ഫാദർ ഡേവിസ് ചെറിയത്ത് അധ്യക്ഷനായിരുന്നു. സെന്റ് വിൻസെന്റ് പോൾ രൂപത പ്രസിഡന്റ് ജോസ് ജെ മഞ്ഞളി, കൈക്കാരൻ ജോസാൻഡോ തോമസ്, സിസ്റ്റർ ലിസ മരിയ, സിസ്റ്റർ അനീറ്റ, പുതുക്കാട് കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി പ്രസിഡന്റ് ജയൻ തെക്കുംപുറം, വൈസ് പ്രസിഡന്റ് യോഹന്നാൻ കുപ്പയിൽ, ജോയിന്റ് സെക്രട്ടറി ഷാജു കാളിയങ്കര, ഏകോപന സമിതി പ്രസിഡന്റ് ആന്റണി വാഴപ്പള്ളി, പുതുക്കാട് ഫൊറോന ഇടവക കുടുംബ കൂട്ടായ്മ ഭാരവാഹികളായ ജോബി മധുരക്കറി, ജോമോൻ കാഞ്ഞിരത്തിങ്കൽ, സെബൻ പല്ലൻ, ഗ്ലാൻസൺ ചൂണ്ടക്കാട്ടിൽ, ഡേവിസ് കാളൻ, കൈക്കാരന്മാരായ റപ്പായി കാളൻ, ജോണി കുറ്റിക്കാടൻ എന്നിവരും സന്നിഹിതരായിരുന്നു. വളരെ ഭൂരിഭാഗം പേരും ഡയാലിസിസ് മെഷീൻ തന്നെ കൊടുക്കണം എന്നുള്ളൊരു ആശയം പ്രകടിപ്പിക്കുകയുണ്ടായി. അത് പിന്നീട് എവിടെ കൊടുക്കണം എന്നുള്ള ആ ഒരു ചർച്ച വന്നു. കൊടകര ശാന്തിയിലായിക്കോട്ടെ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പിടിച്ച വ്രണം പോലെ ഈ ഇടവകയിൽ ഒരു ഏരിയയിൽ കിഡ്നി സംബന്ധമായ അസുഖം വളരെ കൂടുതൽ, കാരണങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ, അന്വേഷിച്ചിട്ടില്ല, കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അവിടെ ഉണ്ട്, മിക്കവാറും എല്ലാ വീട്ടിലും, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലും ആ ഭയമുണ്ട്. ഞാൻ പ്രായമാകുമ്പോൾ 2021 നമ്മുടെ ആശുപത്രിയില് ഒരു ഡയാലിസിസ് യൂണിറ്റ് ആരംഭിച്ചത്. വളരെ പരിമിതമായ സൗകര്യങ്ങളോട് കൂടിയാണ് ഇത് ആരംഭിച്ചതെങ്കിലും സെൻട്രൽ കൗൺസിലിൽ ആരംഭിച്ചിട്ട് 75 വർഷം പ്ലാറ്റിനം ജൂബിലി ആയിരുന്നു. അതോടനുബന്ധിച്ച് 75 വീടുകൾ പണിയുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇത് തുടങ്ങി വന്നത് പ്രവർത്തനങ്ങൾ. ഈ ഹോസ്പിറ്റലിലേക്ക് ഈ യൂണിറ്റ് കൊടുത്തുകൊണ്ട് ഇത് ഉണ്ടാകും. കാരണം ഞങ്ങൾ ജോബി എല്ലാ പ്രാവശ്യം ക്യാൻസർ ഞങ്ങളുടെ മീറ്റിങ്ങിൽ കണക്ക് വായിക്കും. അപ്പോൾ ഇത് ലക്ഷങ്ങളെ കണക്കാണ് പറഞ്ഞു പോണത്. അപ്പോൾ ഈ പൈസ എന്ത് ചെയ്യുന്നതാണ് വെച്ചപ്പോൾ ഞങ്ങൾ അപ്പോൾ എടുത്ത ജോസാറിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണ് ഞങ്ങൾക്ക് ഇത് തുടങ്ങാനുള്ള ഒരു പ്രചോദനം കിട്ടിയത്. പുതുക്കാട് ഫൊറോന പള്ളിയെ സംബന്ധിച്ച് ഒരു വളരെ ഏറ്റവും അർത്ഥവത്തായിട്ട്, ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യം ചെയ്ത ഒരു ദിവസമായിട്ടാണ് എനിക്ക് ഇന്നത്തെ ദിവസം കണക്കാക്കാനായിട്ട് സാധിക്കുന്നത്. പീച്ചി ഷട്ടർ അശാസ്ത്രീയമായി തുറന്ന് മനുഷ്യനിർമ്മിത പ്രളയം സൃഷ്ടിച്ച അധികാരികൾക്കെതിരെ നടപടിയെടുക്കുക, ഇരയാക്കപ്പെട്ടവർക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകുവാൻ ഒപ്പുശേഖരണം നടത്തി BJP പ്രവർത്തകർ. നെന്മണിക്കര പഞ്ചായത്തിലെ തലവണിക്കരയിൽ നടന്ന ഒപ്പുശേഖരണം BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ് ഉദ്ഘാടനം ചെയ്തു.
ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ്, നേതാക്കളായ മണികണ്ഠൻ കുന്നപ്പള്ളി, സുധീഷ് ആറ്റൂർ, പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. അളഗപ്പ നഗറിൽ നടന്ന ഒപ്പുശേഖരണം BJP ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ് ഉദ്ഘാടനം ചെയ്തു. BJP അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കാളക്കല്ല് അധ്യക്ഷത വഹിച്ചു. അനിൽകുമാർ എരിപ്പോട്, VP വിജയൻ, ഉണ്ണികൃഷ്ണൻ പയ്യാക്കര, മനോജ് എന്നിവർ നേതൃത്വം നൽകി. മണലിപ്പുഴയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വലിയ രീതിയിലുള്ള ആഘാതമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മാനസികമായും ശാരീരികമായും ഉന്മേഷവതിയായിരിക്കാൻ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഷീ ഷൈൻസ് ഫിറ്റ്നസ് സെന്റർ കല്ലൂർ വെസ്റ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. കല്ലൂർ പടിഞ്ഞാറെ പള്ളിക്ക് സമീപം ഓർക്കിഡ് വ്യൂ സൊല്യൂഷൻസ് ബിൽഡിംഗിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഷീ ഷൈൻസ് ഫിറ്റ്നസ് സെന്റർ പുതുക്കാട് CIV സജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. വിജേഷ് രവീന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ലേഡി ട്രെയിനർ പരിശീലനം നൽകുന്നു. 10 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്കും പ്രാക്ടീസ് സൗകര്യം. 18 വയസ്സിന് താഴെയുള്ളവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. 50 വയസ്സിന് മുകളിലുള്ളവർക്ക് സ്പെഷ്യൽ പ്രാക്ടീസ് സെഷൻസ്. ജീവിതശൈലി രോഗങ്ങൾക്ക് ഫലപ്രദമായ നിയന്ത്രണം സാധ്യമാകുന്ന പ്രത്യേക പ്രാക്ടീസ് സെഷൻസ്. മോർണിംഗ് സെഷൻ 8:30 മുതൽ 12 വരെയും ഈവനിംഗ് സെഷൻ വൈകുന്നേരം 4 മുതൽ 6:30 വരെയും. അഡ്മിഷൻ ഫീ 200 രൂപ മാത്രം. ഫീ മാസം 500 രൂപ. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഫുഡ്, നമ്മുടെ ഡെയിലി ലൈഫ് അത്ര ഹെൽത്തി അല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ പല പല അസുഖങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സ്ത്രീകളുടെ ആരോഗ്യം നിലനിർത്താനും വേണ്ടിയിട്ട് ഒരു സംരംഭമാണ് വിജീഷ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പം ആയതിന് പുതുക്കാട് പോലീസിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അഡ്മിഷനായി ബന്ധപ്പെടുക ഷീ ഷൈൻസ് ഫിറ്റ്നസ് സെന്റർ, ഓർക്കിഡ് വ്യൂ സൊല്യൂഷൻസ് ബിൽഡിംഗ്, കല്ലൂർ വെസ്റ്റ്. ഫോൺ നമ്പർ 8281551883. മറ്റൊരു ഫോൺ നമ്പർ 7025344355. സംസ്ഥാന സർക്കാരിന്റെ സ്വഭാവ നടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ ശ്രീഷ്മ ചന്ദ്രനെ പട്ടികജാതി ക്ഷേമ സമിതി കൊടകര ഏരിയ കമ്മിറ്റിയും മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വീട്ടിലെത്തി അനുമോദിച്ചു. PKS ജില്ലാ സെക്രട്ടറി KV രാജേഷ് പൊന്നാട അണിയിച്ച് മെമന്റോ നൽകി ആദരിച്ചു. ചടങ്ങിൽ ഏരിയ സെക്രട്ടറി PK കൃഷ്ണൻകുട്ടി, പ്രസിഡന്റ് PV മണി, VS സുബീഷ്, PK രാജൻ, KK ശിവൻ, PA രഘു, CK ശ്രീജിത്ത്, ശാന്തി ബാബു, U ദേവരാജ്, PK പത്മനാഭൻ എന്നിവർ സന്നിഹിതരായി. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതുപോലൊരു ഉപഹാരം നിശ്ചിത സമയം കൊണ്ട് തന്നെ കേരളത്തിൽ ശ്രദ്ധേയമായിട്ട് മാറുകയും ചെയ്തു. ഫസ്റ്റ് പ്രൈസ് കിട്ടും. അപ്പൊ എല്ലാവരും പറയുന്നത് ബെസ്റ്റ് ആക്ട്രസ് കിട്ടും എന്നുള്ള പോലെ. ഒരു കാലം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതിന്റെ ട്രോമ എനിക്ക് ഇതുവരെ മാറിയിട്ടുണ്ടായില്ല. അപ്പൊ അതെ, എന്റെ സംവിധായകനും മിനിഞ്ഞാന്ന് ഞാൻ സമാധാനിപ്പിക്കുകയായിരുന്നു. ജാതി വിഭാഗത്തിൽ 53 ജാതികളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവരുടെ അവകാശ പോരാട്ടത്തിന് വേണ്ടി നമ്മുടെ കേരളത്തിൽ പണിയെടുക്കുന്ന ഒരു സംഘടനയാണ് PKS. 54ാം സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡ് നേടിയ അവിട്ടപ്പള്ളി സ്വദേശി ശ്രീഷ്മ ചന്ദ്രനെ DYFI ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് വീട്ടിലെത്തി അനുമോദിച്ചു. ബ്ലോക്ക് സെക്രട്ടറി PD നെൽസൺ, മേഖലാ സെക്രട്ടറി CK ശ്രീജിത്ത്, മേഖലാ പ്രസിഡന്റ് PS ഹരികൃഷ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മഞ്ഞുകാരൻ ചന്ദ്രൻ വനജ ദമ്പതികളുടെ മകളാണ് ശ്രീഷ്മ. ആലപ്പാട്ട് തെക്കേത്തല ഫാമിലി ട്രസ്റ്റിന്റെ 18ാം വാർഷികം പറപ്പൂക്കരയിൽ ആഘോഷിച്ചു. മാർ ജോയ് ആലപ്പാട്ട് മുഖ്യ കാർമ്മികനായും മറ്റു വൈദികർ സഹകാർമ്മികരായും സമൂഹ ബലിയർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. പൊതുസമ്മേളനത്തിൽ ട്രസ്റ്റിന്റെ സ്ഥാപക പ്രസിഡന്റ് TA ജോണി അധ്യക്ഷനായിരുന്നു. പറപ്പൂക്കര ഫൊറോന വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ, ഫാദർ ജോൺസൺ G ആലപ്പാട്ട്, ഫാദർ ജോസഫ് തെക്കേത്തല, ഫാദർ ജോൺ തെക്കേത്തല, ട്രസ്റ്റ് പ്രസിഡന്റ് വർഗീസ് തെക്കേത്തല,
സെക്രട്ടറി ജസ്റ്റിൻ ആലപ്പാട്ട്, ട്രഷറർ പോൾസൺ തെക്കേത്തല, TM യോഹന്നാൻ, മിനി പോളി, വർഗീസ് ആലപ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു. നമ്മൾ ശ്രദ്ധിക്കണമെന്നും നമ്മൾ അതിനെ വളർത്തണമെന്നും നമ്മൾ പറയുന്നത് നമ്മൾ ഭൗതികമായ ഒന്നിനെയും ആഗ്രഹിച്ചുകൊണ്ടല്ല, നമ്മുടെ കുടുംബങ്ങളുടെ എല്ലാം ഭാവി കുടുംബങ്ങളാണെങ്കിലും അതെല്ലാം വിശ്വാസങ്ങളെ ചുരുങ്ങി പള്ളികളിലുള്ള നമ്മുടെ വിശ്വാസങ്ങളുടെ സാന്നിധ്യം ചുരുങ്ങി. അത് കുടുംബമാണെന്ന്, കുടുംബത്തിന്റെ കൂട്ടായ്മയിലൂടെയാണ്. കഴിഞ്ഞ 18 വർഷക്കാലത്തെ ആ വർഷമെത്തിയ ഈ കുടുംബ കൂട്ടായ്മയ്ക്ക് തുടർച്ചയായി അതിൻ്റെ നടത്തിപ്പിന് അതിൻ്റെ വിജയങ്ങൾക്ക് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡ് നേടിയ ശ്രീഷ്മ ചന്ദ്രനെ മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ OSAയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. പ്രസിഡന്റ് ബിജു തെക്കൻ ഷാൾ അണിയിച്ച് അനുമോദിച്ചു. OSA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ TN മനോജ് കുമാർ, MM ദേവേന്ദ്രബാബു, സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ എന്നിവർ സന്നിഹിതരായി. നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയ ശ്രീഷ്മ ചന്ദ്രന് ഏറ്റവും അഭിനന്ദനങ്ങൾ. അതേപോലെ തന്നെ ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ഇടവകാംഗങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം നേടിയ 72 വിദ്യാർത്ഥികൾക്ക് ബ്രൈറ്റ് 2024 അവാർഡുകൾ നൽകി. ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി അവാർഡ് സമ്മാനിച്ചു. ഇടവക വിദ്യാഭ്യാസ കൗൺസിൽ പ്രസിഡന്റ് വർഗീസ് കണ്ണമ്പള്ളി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ സിബിൻ വാഴപ്പള്ളി, കൈക്കാരന്മാരായ വർഗീസ് കോമ്പാറക്കാരൻ, വർഗീസ് തൊമ്മാന, PRO ജോയ്സ് തെക്കുംതല, വിദ്യാഭ്യാസ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ തേജസ് തോമസ്, അംഗങ്ങളായ ഷോജോ ചിറ്റാട്ടുകര, സൈമൺ പെരുമ്പിള്ളി എന്നിവർ നേതൃത്വം നൽകി. അവരെ ഉന്നതമായ ജീവിത നിലവാരത്തിലുള്ള അതുപോലെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് വിശ്വാസ പരിശീലന ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്, ഏറ്റവും വലിയൊരു ഘടകമാണെന്നുള്ള ബോധ്യപ്പെടുത്തുന്ന ലക്ഷ്യത്തോടുകൂടി നടത്തുന്ന കാർഷിക മേഖലയിലെ മികച്ച മാധ്യമ പ്രവർത്തനത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ കർഷക ഭാരതി നവമാധ്യമ പുരസ്കാരം വെള്ളിക്കുളങ്ങര സ്വദേശിനി പ്രിയങ്ക മേനോൻ ഏറ്റുവാങ്ങി. കർഷക ദിനത്തിൽ നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ കൃഷിമന്ത്രി P. പ്രസാദ് പുരസ്കാരം സമ്മാനിച്ചു. വെള്ളിക്കുളങ്ങര ഉണിക്കോത്ത് വീട്ടിൽ രാമൻകുട്ടി മേനോന്റെ മകളും തൃപ്പൂണിത്തുറ ഏരൂർ സ്വദേശി ശ്രീകുമാർ C. നന്ദന്റെ ഭാര്യയുമാണ് പ്രിയങ്ക മേനോൻ. കർഷക ദിനാചരണത്തോടനുബന്ധിച്ച് മറ്റത്തൂർ കൃഷിഭവൻ നൽകുന്ന മികച്ച കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്കൂളിനുള്ള പുരസ്കാരം മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിന്. കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് പുരസ്കാരം സമ്മാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, കൃഷി ഓഫീസർ ദിവ്യ, വിവിധ വാർഡ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിൽ ICMR പദ്ധതിയുടെ കീഴിലുള്ള VRDL-ലേക്ക് റിസർച്ച് സയന്റിസ്റ്റിന്റെ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെയും അസലും പകർപ്പും സഹിതം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ മുളങ്ങുന്നത്ത് കാവിലുള്ള കാര്യാലയത്തിൽ ഈ മാസം 9 രാവിലെ 10:30 നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ലാൻഡ് ലൈൻ 048722000310. അടുത്ത നമ്പർ 048722000319. ചാവക്കാട് പുത്തൻ കടപ്പുറം ഗവൺമെന്റ് റീജിയണൽ ടെക്നിക്കൽ ഹൈസ്കൂളിൽ മാർഷ്യൽ ആർട്സ് ടീച്ചർ, മ്യൂസിക് ടീച്ചർ എന്നീ തസ്തികകളിലേക്ക് താൽക്കാലികമായി നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം തിങ്കളാഴ്ച രാവിലെ 11 ചാവക്കാട് ഗവൺമെന്റ് റീജിയണൽ ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടത്തുന്ന അഭിമുഖത്തിൽ ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ: ആദ്യ നമ്പർ 8058778684. അടുത്ത നമ്പർ 9656733066. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്.
യുക്രൈൻ ആക്രമണത്തിനിരയായെന്ന് സംശയിക്കുന്ന കല്ലൂർ സ്വദേശിയുടെ വിവരങ്ങൾ കാത്ത് കുടുംബം. ജോലി തേടി റഷ്യയിലെത്തിയ സന്ദീപ് റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായതായാണ് വിവരം. ആക്രമണ വിവരം പ്രചരിച്ചതിന് പിന്നാലെ സന്ദീപിനെ ബന്ധപ്പെടാനാകുന്നില്ലെന്ന് ബന്ധുക്കൾ. ദേശമംഗലത്ത് ചെറുമകന്റെ കുത്തേറ്റ് മുത്തച്ഛൻ മരിച്ചു. വാളേരിപ്പടി 75 വയസ്സുള്ള അയ്യപ്പനാണ് മരിച്ചത്. 2 കാറുകളിലായി കടത്തുകയായിരുന്ന 40 കിലോഗ്രാം കഞ്ചാവുമായി 2 പേർ പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്നും പോലീസിന്റെ പിടിയിലായി. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന ഇടവക കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ വേലുപ്പാടം സെന്റ് ജോസഫ് ആശുപത്രിയിൽ സ്ഥാപിക്കുന്ന ഡയാലിസിസ് മെഷീന്റെ വെഞ്ചിരിപ്പ് കർമ്മവും ഉദ്ഘാടനവും നടത്തി. പീച്ചി ഷട്ടർ അശാസ്ത്രീയമായി തുറന്ന് മനുഷ്യനിർമ്മിത പ്രളയം സൃഷ്ടിച്ച അധികാരികൾക്കെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകുവാൻ ഒപ്പുശേഖരണം നടത്തി BJP പ്രവർത്തകർ. സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡ് നേടിയ അവിട്ടപ്പള്ളി സ്വദേശി ശ്രീഷ്മ ചന്ദ്രനെ ആദരിച്ച് PKS-ഉം DYFI-യും. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.